നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സുന്ദരമായ കാഴ്ചക്കൂട്ടുകളുമായി നന്മ നിറഞ്ഞ വിഭവങ്ങളുമായി ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കണ്ടു കൊതിതീരാത്ത കാഴ്ചകളുമായി നമ്മുടെ കൂട്ടുകാരിതാ നമ്മുടെ മുമ്പിൽ വരവായി. കാഴ്ച ഭംഗികളിലൂടെ നന്മയുടെ വസന്തം തീർക്കുന്ന കാടിന്റെ ലോകം ഇതാ നമുക്ക് മുൻപിൽ തെളിയുകയായി. ഒരു പക്ഷേ ഈ കഥകൾ തമാശ പറയുന്നില്ലായിരിക്കാം, എങ്കിലും നമുക്കൊത്തിരി ആനന്ദം തരുന്നുണ്ട്. എങ്കിൽ കാണാം കാട്ടിലെ കൂട്ടുകാർ. ദൈവമേ, വിശന്നിട്ട് വയ്യ. എന്താ ഒരു വഴി? വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോൾ പേടിയാവുന്നു. ഡെങ്കിപ്പനി വന്നാ മാറാൻ പാടാത്രേ. അച്ഛനാണെങ്കിൽ ഇനി പണിക്ക് പോകാൻ മാസങ്ങളെടുക്കും. വിശന്നാലും അന്യന്റെ സാധനങ്ങൾ മോഷ്ടിക്കരുതെന്നും പിടിച്ചു പറിക്കരുതെന്നും അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടി ചെയ്യാനൊന്നും മനസ്സനുവദിക്കുന്നില്ല. ഈശ്വര, ഇനി എന്താ ഒരു വഴി? ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ കുറച്ച് പണം കടം ചോദിക്കാമായിരുന്നു. ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ദൈവം പല രൂപത്തിലും പല ആളുകളെയും രക്ഷിച്ചിട്ടുണ്ട് എന്ന് വമ്പൻ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെയും സഹായിക്കും, തീർച്ച. എന്റെ ദുഃഖത്തിന് മാറ്റം വരും. ദൈവമേ, രക്ഷിക്കണേ. ആ കപിലിന്റെ വീടല്ലേ ഇത്? ഇവിടെ എന്തെങ്കിലും വിശപ്പിന് കഴിക്കാൻ കിട്ടുമോ ആവോ? ആരെയും കാണുന്നില്ലല്ലോ. കപിലേ, എടോ കപിലേ. ഇവൻ ഇതെവിടെ പോയി? കപിൽ, കപിൽ. ചേ, എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി വന്നതാ, വെറുതെ ആയല്ലോ. ഇനിയിപ്പോ എന്താ ഒരു വഴി? ആരാത്? ഗംഭീർ, ഗംഭീർ. എന്താ എന്താ കാര്യം? കപിലേ, അത് പിന്നെ എനിക്ക് കുറച്ച് പണമായിരിക്കും. ഭയങ്കര ടൈറ്റാ. എന്റെ കയ്യിൽ ഒന്നുമില്ലെന്നേ. പണമൊന്നുമല്ല കപിൽ, പിന്നെ എനിക്ക് വിശന്നിട്ട് വയ്യ. കഴിക്കാൻ എന്തെങ്കിലും തരണം. കഴിക്കാനോ? ഇവിടെ ഒന്നുമില്ല. അമ്മയും അച്ഛനും തീർത്ഥാടനത്തിന് പോയിരിക്കുകയാ. എനിക്കിന്ന് ഉപവാസമാ, ഒന്നും വെച്ചിട്ടില്ല. എങ്കിൽ ശരി കപിലേ, ഞാൻ പോട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പിന്നെ പിന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഓക്കെ. വന്നിരിക്കണം, പ്രാർത്ഥിക്കണം പോലും. അയ്യടാ മനമേ. വിശക്കുന്ന പോലും എനിക്ക് തന്നെ കഴിക്കാൻ തികയുന്നില്ല. അപ്പഴാ അവന് വരാൻ കൊണ്ടൊരു നേരം.
സ്വസ്ഥമായിരുന്ന് ഫുഡ് അടിക്കാനും സമ്മതിക്കുന്നില്ലെന്ന് വെച്ചാ എനിക്കാണെങ്കിൽ കപ്പയും മീനും കഴിക്കാൻ എന്ത് ഇഷ്ടാണെന്നോ. ഈ കാണുമ്പോ വായിൽ വെള്ളം ഊറിയ. എന്തായാലും അപ്പുറം കള്ളം പറയാൻ തോന്നിയത് നന്നായി, അല്ലെങ്കിൽ എന്റെ ദൈവമേ. എന്തൊരു മണം. അല്ലെങ്കിലും വല്ലവനും വിശന്നാൽ എനിക്കെന്താ, എനിക്ക് വയറ് നിറച്ച് കഴിക്കണം, എന്നിട്ട് സുഖമായി കമ്പ്യൂട്ടർ ഗെയിം കളിക്കണം. മീനുമാവട്ടെ, നല്ല മീൻകറി. എന്താ ഗംഭീരെ, വലിയ ക്ഷീണത്തിലാണല്ലോ. മോട്ടു, വിശന്നിട്ട് നടക്കാൻ കഴിയുന്നില്ല. എന്താ ഗംഭീരെ ഈ പറയുന്നത്? വിശന്നിട്ട് വയ്യുന്നോ? അതെ മോട്ടു, 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. 2 ദിവസോ? വീട്ടിൽ വെപ്പും കുടിയൊന്നും ഇല്ലേ? അതേ മോട്ടു, വീട്ടിലെ സ്ഥിതി ആകെ പരുങ്ങില്ല. എല്ലാവരും ഡെങ്കിപ്പനി പിടിച്ച് കിടപ്പാ. നേരോ? എന്നിട്ട് ഞാൻ വിശന്നിട്ട് ഒരു രക്ഷയുമില്ലാതെ കപിലിന്റെ വീട്ടിൽ ചെന്നു. അവൻ വീട്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞു. സാരമില്ല, നീ എന്റെ കൂടെ വാ, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും. വലിയ ഉപകാരം. എന്നാലും ആ കപിലിന്റെ വീട്ടിൽ പോയിട്ട് നിനക്ക് അവൻ ഒന്നും തന്നില്ലല്ലോ. അത് സാരമില്ല, അവിടെ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒന്നും ഉണ്ടാവില്ലെന്നോ? ആളൊരു ഭക്ഷണപ്രിയനാ. ഓ, എന്തോ പറയാനാ, സാരമില്ല. അത് പോട്ടെ, നമുക്ക് വേഗം പോവാം. നിനക്ക് വല്ലാതെ വിശക്കുന്നുണ്ടാവില്ലേ? വാ. മെല്ലെ. വയ്യ. വാ ഗംഭീരേ. ഓ, വാ, കേറി വാ. മടുത്തു. ഗംഭീരേ, കയറിയിരിക്കെ. ഞാനേ ഈ സാധനങ്ങളൊക്കെ അകത്ത് വെച്ചിട്ട് വരാട്ടോ. ശരി മോട്ടു. ഗംഭീരേ, അകത്തേക്ക് വാ, നമുക്കേ വല്ലതും കഴിക്കാം. ഗംഭീരേ, ഗംഭീർ, ഇതെവിടെയാ? എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അതല്ല, എന്തോ ആലോചിച്ചു. ഞാൻ വീട്ടിലെ കാര്യം ആലോചിച്ചതോ. അവിടെ അവരും എന്നെ പോലെ തന്നെ വിശന്നിരിക്കുമായിരിക്കും. ആദ്യം നീ എന്തെങ്കിലും കഴിക്ക. മോട്ടു, വിരോധമില്ലെങ്കിൽ നീ ഒരു ഉപകാരം ചെയ്യുമോ? എന്തുപകാരം? നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ച ഭക്ഷണം ഒരു പൊതിയാക്കി തരുമോ? എന്താ ഗംഭീർ ഈ പറയുന്നത്? അതേ മോട്ടു, എനിക്ക് തരുന്ന ഭക്ഷണം എനിക്കും വീട്ടുകാർക്കും കഴിക്കാമല്ലോ. അത് പിന്നെ ഗംഭീരേ. മോട്ടു, പ്ലീസ്. കരയല്ലേ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. നന്ദി മോട്ടു, നന്ദി. നീ എന്തൊക്കെയാ പറയുന്നേ? ഗംഭീർ ഇവിടെ ഇരിക്കെ, അകത്ത് പോയിട്ട് ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാം. ദൈവമേ, വിശന്നിട്ട് വയ്യ. ഗംഭീരേ, ഇത് അധികമൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ ഭക്ഷണം ഷെയർ ചെയ്തതല്ലേ. മതി മോട്ടു, ഈ ഭക്ഷണം കൊണ്ട് എനിക്കും വീട്ടുകാർക്കും വയറ് നിറയും, തീർച്ച. ഗംഭീർ,
ഇത് കഴിഞ്ഞാല് 5 അപ്പം 5000 പേർക്ക് നൽകിയ ഈശോ മിശിഹായെ, നീ തുണ. നിനക്ക് നന്ദി, 1000 നന്ദി. പാവം. ഈശോയെ, നീ ആ കുടുംബത്തെ അനുഗ്രഹിക്കണേ. ആ മോട്ടുവിൻ്റെ കാരണം കൊണ്ട് ഒരു ദിവസം വിഷപ്പടക്കാം. ആ ഈശ്വരാ, എത്ര നാളിങ്ങനെ കഴിയും? ഇതാരാ? എന്താ പപ്പീസ്, എന്താ പറ്റിയത്? ഗംഭീർ, ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു. എന്താ പപ്പീസ് പറയുന്നത്? അതേ ഗംഭീർ, വിശന്നിട്ട് വയ്യ. എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. പപ്പീസ്, നീ വിഷമിക്കാതെ ദാ ഇത് പിടി. എന്താ എന്താ ഇതിനകത്ത്? അല്പം ഭക്ഷണമാ. ഭക്ഷണമോ? അതേടോ, ഇത് കഴിക്ക്. എവിടുന്നാ ഗംഭീർ ഇത്? പപ്പീസ്, നീ ആദ്യം കഴിക്ക്, വിശപ്പ് മാറട്ടെ. ഗംഭീർ, വളരെ നന്ദിയുണ്ട്. ഞാൻ വിശന്ന് മരിച്ചേനെ. ആശ്വാസമായി. ആദ്യം വിശപ്പ് മാറ്റി പപ്പീസേ. ദേ, ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. വിശപ്പ് ഭക്ഷണത്തിന്റെ രുചിയിലല്ല ഗംഭീർ. ഈ ഭക്ഷണപ്പൊതി തന്ന നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പപ്പീസ്, നന്ദി പറയേണ്ടത് എന്നോടല്ല, മോട്ടുവിനോടാ. അതേ ഗംഭീർ, ദൈവമാ നിന്നെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചത്. ശരി പപ്പീസ്, ഞാൻ പോട്ടെ, അല്പം തിരക്കുണ്ട്. ശരി ഗംഭീർ, ഓക്കെ. എന്റെ വിശപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നു. പക്ഷെ ആ പപ്പീസ് ക്ഷീണിച്ച്, ഹോ കഷ്ടം. എന്തായാലും അവന്റെ വിശപ്പ് മാറിയില്ലേ, ആശ്വാസമായി. ഹോ, വിശന്നിട്ടാണെങ്കിൽ നടക്കാനും പറ്റുന്നില്ല. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് ഇത്രയും വിശപ്പാണെങ്കിൽ ആ പപ്പീസിന്റെ സ്ഥിതി എന്തായിരിക്കും? ഹോ, അമ്മേ. ഓഹോ, ഗംഭീർ, എന്താ ഗംഭീർ, വലിയ ആലോചനയാണല്ലോ. എന്താ പറ്റിയത്? ഒന്നുമില്ല സാർ. നിന്നെ വീട്ടുകാർ അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. നീ എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. നീ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നത്? രാവിലെ ഇറങ്ങിയതാ സാർ. എന്താ സാർ വീട്ടിൽ വിശേഷം? ഓഹോ, അപ്പോ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? ഇല്ല. എന്താ സാർ, എന്താ പ്രശ്നം? ഹേയ്, പേടിക്കാനൊന്നുമില്ല, സന്തോഷിക്കാനുള്ള വകയാ. സന്തോഷിക്കാനോ? അതിന് സാധ്യത കുറവാ. അതെ ഗംഭീർ, സന്തോഷിക്കാനുള്ള വക. നിന്റെ അങ്കിൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. നേരോ? അതെ, അവര് രാവിലെ വന്നതാ. നിന്നെ കാണാതെ കുറെ അന്വേഷിച്ചു. ഈശ്വരാ, നീ തന്നെ രക്ഷ. നീ എത്ര നല്ലവൻ. എന്താ ഗംഭീർ ഇത്രയ്ക്ക് ഈശ്വരനോട് നന്ദി പറയാൻ? സാർ, എന്റെ വീട്ടിലെ അവസ്ഥ അറിയാം ഗംഭീർ, അറിയാം. ഇനി നിങ്ങൾ രക്ഷപ്പെടും. നിന്നെ ഗൾഫിൽ കൊണ്ടുപോകാനുള്ള വിസയുമായിട്ടാ അങ്കിൾ വന്നിരിക്കുന്നത്. ഈശ്വര, ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തിക്ക് ഇത്ര വേഗം പ്രതിഫലവും? അതേ മകനെ, നിന്റെ വിഷമതകൾ ദൈവം മനസ്സിലാക്കി. നിന്റെ രക്ഷകനായി അങ്കിൾ വന്നു. ഇനി നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാം. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി. കഥാകാഴ്ചകൾ നന്മയിലേക്ക് നയിക്കുമ്പോൾ ആവിഷ്കാരം ധന്യമാകും. ആശയങ്ങൾ സ്വർഗീയ ചിന്തകളിലേക്ക് ഉയർത്തുമ്പോൾ മനസ്സ് നിർമ്മലമാകും. ശുദ്ധമായ മനസ്സുകൾക്ക് സ്വർഗീയ വിസ്മയമേകുന്ന കാഴ്ചകൾ. അതാണ് ദേവസി സാറിന്റെ വിരൽ തുമ്പുകളിലൂടെ ഇപ്പോൾ തെളിയാൻ പോകുന്നത്. ചിത്രശാല. പ്രിയ കൊച്ചു കൂട്ടുകാർക്ക് ചിത്രശാലയിലേക്ക് സ്വാഗതം. സാംസന്റെ ശക്തിയുടെ രഹസ്യം അറിയാൻ ശ്രമിക്കുന്ന ദലീലയുടെ ചിത്രമാണ് ഇന്നിവിടെ വരയ്ക്കുന്നത്.
ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. സാംസനും ദലീലായും. അതിനുശേഷം സോറയ്ക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം. അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. ദലീല സാംസനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ദലീല സാംസനോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടിവെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും.
അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്തീനരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്തീനരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെക്കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്തുവാൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്ന് പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഫിലിസ്തീർ അവനെ പിടിച്ച് കണ്ണു ചുഴുന്നെടുത്ത് ഗാസായിലേക്ക് പോയി. ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ മറ്റുള്ളവരുടെ മുൻപിൽ അടിയറവ് പറയുമ്പോൾ അത് നമ്മളുടെ നാശത്തിന് തന്നെ കാരണമാകുന്നു. കഥകളും ചിത്രങ്ങളും നിങ്ങൾക്കും രചിക്കാം. എന്നിട്ട് ജീസസ് കിഡ്സിന് അയക്കാൻ മറക്കരുത്. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും പുതിയ വിഭവങ്ങളുമായി വരുന്നത് വരെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ബൈ ബൈ.